ധന്യൻ ഫുൾട്ടൺ ഷീൻ തുടക്കം കുറിച്ച ലോകമെമ്പാടുമുള്ള ജനതയെ ജപമാലയിലൂടെ കോർത്തെടുക്കുന്ന വേൾഡ് മിഷൻ റോസറി ഓൺലൈനായി വീണ്ടും തരംഗമാകുന്നു. 5 വൻകരകളെ സൂചിപ്പിക്കുന്ന 5 നിറങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ജപമാലയിലൂടെ ലോകം മുഴുവനെയും ഒരിക്കൽ കൂടെ പ്രാർത്ഥനയിൽ പൊതിയുകയാണ് ആർച്ച് ബിഷപ്പ് ഷീൻ വിഭാവനം ചെയ്ത ഈ പ്രാർത്ഥന. സെപ്റ്റംബർ 24-ന് ഫുൾട്ടൺ ഷീൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടാനിരിക്കെ ഈ വർഷത്തെ പ്രാർത്ഥനാ യജ്ഞത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ബ്രിസ്ബെയിൻ സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ് ഓൺലൈൻ ജപമാല നടക്കുന്നത്. ഇടവകകൾ, വിദ്യാലയങ്ങൾ, സുമനസ്സുകൾ എന്നിവരെ ഈ പ്രാർത്ഥനാ ശൃംഖലയുടെ ഭാഗമാക്കാൻ കാത്തലിക് മിഷൻ ആഹ്വാനം ചെയ്യുന്നു. ഈ വർഷം ഒക്ടോബർ 18-ന് ലോക മിഷൻ ദിനം ആചരിക്കുന്ന സാഹചര്യത്തിൽ സഭയുടെ മിഷൻ ദൗത്യത്തിൽ പങ്കുചേരുവാൻ ഓരോ വിശ്വാസിക്കും ഈ ജപമാല കൂട്ടായ്മ പ്രേരകമാകട്ടെ. ഓസ്ട്രേലിയയിലെ പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റീസിന്റെ ദേശീയ ഓഫീസായ കാത്തലിക് മിഷനാണ് മെയ് മാസത്തിൽ ഈ ആഗോള പ്രാർത്ഥനാ യജ്ഞത്തിന് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നത്. മെയ് മാസത്തിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ മിഷനു വേണ്ടി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഓൺലൈനായി ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അവസരം കാത്തലിക് മിഷൻ ഒരുക്കിയിരിക്കുന്നു. 5 ഭൂഖണ്ഡങ്ങളെയും പ്രാർത്ഥനയിൽ ഒരുമിപ്പിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുകയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. മെയ് മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ ഓൺലൈൻ ജപമാല സമർപ്പണം 5 വൻകരകളെയും പ്രാർത്ഥനയിൽ കോർത്തിണക്കും. 1951-ൽ അമേരിക്കയിലെ പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റീസ് ഡയറക്ടറായിരുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ഷീൻ കാത്തലിക് ഹവർ എന്ന റേഡിയോ പ്രോഗ്രാമിലൂടെയാണ് ആഗോള മിഷൻ ജപമാല എന്ന ആശയത്തിന് രൂപം നൽകിയത്. 5 നിറങ്ങളിലുള്ള ജപമാല ഉപയോഗിച്ച് ചൊല്ലുന്ന ജപമാലയുടെ ഓരോ രഹസ്യവും ഓരോ ഭൂഖണ്ഡത്തിനായി പ്രത്യേകം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു.